അമ്മേ അമ്മേ റെഡി ആയില്ലയോ? ആ ഞാൻ റെഡിയാണല്ലോ. പിന്നെ ആ പെങ്കൊച്ചി പോരും. ഏത് പെങ്കൊച്ച? മറ്റേ സ്നേഹ ഒരു മാസമായിട്ട് അത് പുറകെ ഇൻ്റർവ്യൂ വേണം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അത് തിരിച്ചും മറിച്ചും ചോദിക്കും, ഒന്നും വിട്ട് പറയരുത്. ആരെ ഏറി കയറ്റണമെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന കൊച്ചാത്. മനസ്സിലായല്ലോ? ഒരു കൺട്രോൾ വേണം. പിന്നെ എൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരു കൺട്രോളും വേണ്ട, അങ്ങ് പൊക്കി അടിച്ചേക്കണം. എങ്ങനെയാടാ രാവിലെ കള്ളം പറയുന്നേ? അത് വന്ന് കുട്ടി പിശാച്. എന്താ ഞെട്ടി നോക്കുന്നേ? ആന്റി കാർത്തിട്ട ഞാൻ എത്തി. നമുക്ക് വിഷു ആഘോഷിക്കണ്ടേ? എന്താ സ്പെഷ്യൽ? പായസമാണോ സദ്യയാണോ? പായസം മാത്രമേ ഉള്ളൂ? പായസം എങ്കിൽ പായസം. എന്നാ നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? അടിപൊളി വീടാണല്ലോ. ഇങ്ങനെ ഇട്ടാക്കത്തില്ല, ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നാ കഴുകിയെടുക്കാവോ? നമ്മൾ ഓട്ടോമൊബൈൽ അല്ല സൗണ്ട് എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത്? ഓട്ടോമൊബൈൽ അല്ല സൗണ്ട്. സിനിമയ്ക്കുള്ള കഥയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ആദ്യം വലിയ വലിയ കൺസെപ്റ്റ് അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിനിമയായിട്ട് ചെയ്തുകൂടെ? അതെ. ഇപ്പൊ ഉടനെ പ്രോജക്റ്റ് ഓൺ ആവും. ആണോ? ഇടയ്ക്കെന്ന് പറഞ്ഞ കേട്ടോ, നിവൃത്തികേട് കൊണ്ട്. എന്താ കാർത്തിക് ചേട്ടാ, എന്തായാലും നല്ല റവന്യൂ കാണൂല, അപ്പൊ അതിന്റെ ഷെയർ അമ്മയ്ക്ക് കൊടുക്കണം. എന്താ കൊടുക്കട്ടെ? റെക്കമെൻഡ് ചെയ്യും. ചിലത് ഒറ്റട്ടേക്കിലോ, ചിലത് വറുത്ത് വറുത്ത് വറുത്ത്. ആരാ തെറ്റിക്കുന്നത് ഏറ്റവും കൂടുതൽ? ഞാന്. വേറെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ വർക്കം കൊണ്ട് തുടങ്ങി കഴിഞ്ഞാലേ നമ്മൾ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും. ഇച്ചിരി വെള്ളം കുടിക്കാൻ അതിന് പോലും സമ്മതിക്കൂല. ഇങ്ങനെ കേട്ടിട്ടില്ലേ? അതായത് ആ മധുരം ഇച്ചിരി കുറയ്ക്കാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇടുന്നത്. ഒന്നുമില്ല ആന്റി. ഇതിന് എത്ര നേരം എടുക്കും ആന്റി? കുറച്ചു നേരം എടുക്കും. പോകുന്നില്ലല്ലോ? പോകുന്നില്ല. ഇന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ നിൽക്കുന്നത് കാർത്തിക് ചേട്ടന്റെ വീട്ടിലാണ്. കാർത്തിക് ചേട്ടന്റെ അമ്മ നമുക്ക് സ്പെഷ്യൽ പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കി തരാൻ പോവുകയാണ്. അല്ലേ ആന്റി? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പായസം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിന്ന് പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ആന്റി നമ്മൾക്ക് അതിന്റെ പ്രിപ്പറേഷനിലൊക്കെ കടന്നാലോ? പിന്നെന്താ. അപ്പൊ എങ്ങനെയാണ് ഈ പാൽപ്പായസം ഉണ്ടാക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. പാൽപ്പായസം ആകുമ്പോഴത്തേന് അല്ലേ ശർക്കര വേണം. ശർക്കര വേണ്ട, പാലല്ല വേണ്ട പാൽപ്പായസത്തിന്. പാൽപ്പായസത്തിന് പാല്, പിന്നെ ശകലം ഉപ്പ് വേണം. ഉപ്പ് വേണം, ഇച്ചിരി ഉപ്പിടണ്ടേ? പഞ്ചസാര ഇടണം. പിന്നെ മറ്റേ ഈ എന്താ അരി, എത്ര കിലോ അരി ആന്റി വേണ്ട? 5 കിലോ. 5 കിലോ ഒക്കെ കുറച്ച് കൂടുതലല്ലേ? അത്രയൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട, എനിക്കറിയാം. 1 കിലോ. 1 കിലോ ഒന്നും വേണ്ട, പിന്നെ കുറച്ചിട്ടാ മതി. കുറച്ച് നമ്മുടെ അളവിനനുസരിച്ചല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ ആന്റിക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയന്റ് ഉണ്ടോ? സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഉണ്ടോ ചേർക്കുന്നത്? ഇല്ല, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാരണ പാൽപ്പായസം വെക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ ആദ്യം വെള്ളം എടുത്ത് അടുപ്പ് കത്തിച്ച് നമുക്ക് അരി അങ്ങോട്ട് ഇടാം. അതെ, ഇന്നൊരു വിഷു സ്പെഷ്യൽ കുക്കറി ഷോ ആണ് കാർത്തിക് ചേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഇതങ്ങോട്ട് വെക്കുന്നു. നമ്മളിപ്പോ ഇവിടെ വെള്ളം എടുത്തു പായസം ഉണ്ടാക്കാൻ. ഇതെല്ലാവർക്കും അറിയാം എന്താണെന്ന്. ഇതിന്റെ പേര് നാഴി എന്നല്ലേ? എനിക്കറിയാം, കണ്ടോ? കുറച്ചൊക്കെ വേറെ എനിക്കുണ്ട് കേട്ടോ. ഇത് നാഴിയാണ്. ഞാൻ പണ്ട് വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്. മുള ഭയങ്കര ദൈവം, ഇവരിപ്പോ പ്ലാൻ ചെയ്യുമായിരിക്കും കേട്ടോ അടുത്ത് എന്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നാഴി എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ നെല്ലല്ല അരി അളക്കാൻ എടുക്കട്ടെ അല്ലേ ചോറിന്? അല്ലേ ആന്റി? ഉച്ചക്ക് ചോറുണ്ണാൻ വരില്ലേ? അപ്പൊ എല്ലാവർക്കും ചോറ് ഇതിലാണ് അളന്ന് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ടാക്കത്തില്ല, ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നാ കഴുകിയെടുക്കാവോ? എന്നാ കഴുകട്ടെ, അരി കഴുകട്ടെ. ഞാൻ അരി കഴുകിക്കോട്ടെ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചില്ലാണല്ലോ അവസ്ഥ. ചേട്ടന് കുക്കിംഗ് ഒക്കെ അറിയാവോ? എന്തൊക്കെ ഉണ്ടാക്കും? എന്തൊക്കെ ഉണ്ടാക്കും എന്ന് പറയാം. ആണോ? വെജിറ്റേറിയൻ ആണോ കാർത്തിക് ചേട്ടന് കൂടുതൽ ഇഷ്ടം?
ചെറുപ്പം തൊട്ട് വെജിറ്റേറിയൻ ആണ്. ഇടയ്ക്ക് ഒരു 2-3 തവണ ഞാൻ നോൺ കഴിക്കാനായിട്ട് ട്രൈ ചെയ്തിരുന്നു, കുറച്ച് നാളൊക്കെ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് നന്നായിട്ട് കഴിക്കാൻ ശ്രമിച്ചു, പക്ഷേ സെറ്റായില്ല. ബാക്ക് ടു വെജ്. ഞാൻ ചെറുപ്പം തൊട്ടേ വെജാണ്, പിന്നെ ബാക്ക് ടു വെജ്. ആണല്ലേ? ഈ വീട്ടിലെ നോൺ വെജ് നമ്മൾ യൂസ് ചെയ്തില്ല, എല്ലാവരും പണ്ടോട്ട് ഇങ്ങനെ വെജിറ്റേറിയൻ്റെ ആൾക്കാരാണല്ലേ? ആന്റി പണ്ടോട്ട് അങ്ങനെ തന്നെയാ? ഞാൻ അല്ല പണ്ട് കഴിക്കുമായിരുന്നു. ഇപ്പൊ ഇവരോട് കൂടിയ പിന്നെ ഇങ്ങനെ ആയല്ലേ? അരി കഴുകി വെച്ച്. ഓക്കെ, നമ്മൾ അരി കഴുകി ഇനി ഇത് ഇച്ചിരി വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് ഇടണം. ഓക്കെ, ഇത് എന്തരി ആന്റി? മറ്റേ കുത്തിരിയാണോ? കുത്തരി എന്ന് പറഞ്ഞാൽ ഇത് നെല്ല് പുഴുങ്ങാണ്ട് പച്ചയ്ക്ക് കുത്തിയെടുക്കും. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായോ കാർത്തിക് ചേട്ടന്? പച്ചനെല്ല് കുത്തിയത് അവനറിയാം. അറിയാം. ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഇല്ല, നമ്മൾ മേടിച്ചതാ. അപ്പൊ ഇത് നമ്മള് പച്ചനെല്ല് കുത്തി എടുക്കും. എടുത്തിട്ട് അത് വെച്ചിട്ടാണ് പായസമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ കഞ്ഞി വെക്കാനൊക്കെ നല്ലതായത്. പക്ഷെ എന്നാലും പായസത്തിനാ കൂടുതലും ഉപയോഗിക്കുന്നത്. പാല് തിളച്ചില്ല? പാല് തിളച്ചു. ഇനി വെള്ളം തിളയ്ക്കുമ്പോ അരി ഇടണം. അരി ഇട്ടിട്ട് കുറച്ച് സമയം എടുക്കും അല്ലേ? സമയം എടുക്കും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളാണെങ്കിൽ സകലകല വല്ലഭനായിട്ടുള്ള ഒരു കാർത്തിക് ചേട്ടനെയാണ് അറിയാവുന്നത്. ഡയറക്ടറാണ്, എഡിറ്ററാണ്, റൈറ്ററാണ്, കണ്ടന്റ് ക്രിയേറ്ററാണ്. ഈ കഴിവുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? കാരണം എനിക്കറിയാം ഓൾറെഡി അമ്മ നാടകനടിയായിരുന്നു, ആക്ട്രസ് ആണ്, അതേപോലെ വല്യച്ഛൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു മലയാള സിനിമയിലെ, അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ആരുടെ കഴിവാണ് കൂടുതൽ നമ്മുടെ കാർത്തിക് ചേട്ടന് കിട്ടിയിരിക്കുന്നത്? എല്ലാവരുടെയും കൂടെ ഒരു മിക്സഡ് കഴിവാണല്ലേ? ആന്റി പറ, ഏറ്റവും കൂടുതൽ എന്നാലും കുഞ്ഞിലോട്ട് കാണുന്നതല്ലേ, കാർത്തിക്കിന് ആരുടെ കഴിവാണ് കൂടുതൽ കിട്ടിയതാണ്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കുഞ്ഞിലെ മുതലേ അവന് കലയോട് ഭയങ്കര താല്പര്യമാണ്. ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എന്താ ചെറുതിലെ മുതൽ ഈ നമ്മൾ ഉറങ്ങാതിരിക്കത്തില്ലേ, കുഞ്ഞിലെ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് പാടിയാൽ മതി, പാട്ടിങ്ങനെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഈ സിനിമ കാണുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കാണാനിരുന്ന് കഴിഞ്ഞാൽ മുതൽ സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയായിരുന്നു. ഞങ്ങൾ തിയേറ്ററിൽ പോകുമ്പം വെള്ളമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതിനകത്ത് ഇടയ്ക്ക് പരസ്യം വരത്തില്ലേ ഇന്റർവെല്ലിനൊക്കെ, പരസ്യം പോലും കളയത്തില്ല. അത് പരസ്യം വെളിയിലോട്ട് ഇറങ്ങി നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിച്ചു. സാധാരണ മറ്റേ പിള്ളേർ ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് പോപ്കോൺ, വെള്ളം, മുട്ടായി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആണോ? ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊച്ചിലെ മുതൽ ഇങ്ങനെ ഈ സിനിമ കാര്യങ്ങളൊക്കെ? നല്ല ഇഷ്ടമായിരുന്നു, ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൊച്ചിലെ നമ്മുടെ ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയുന്നത് കൊച്ചു നാടകങ്ങളൊക്കെ നമ്മൾ തന്നെ സ്കൂളിൽ 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ തന്നെ എഴുതി നമ്മളെല്ലാവരും കൂടെ കൂട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ആക്ച്വലി അതായിരുന്നു തുടക്കം. അങ്ങനെ ചെയ്തിട്ട് എന്നെ ഒരു സാറ് അത് കണ്ടിട്ടാണ് സാറ് ചെയ്യുന്നൊരു നാടകത്തിലേക്ക് ഇങ്ങനെ വിളിച്ച്, അങ്ങനെ നാടകമായിരുന്നു ഫസ്റ്റ്. ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടി. അങ്ങനെയായിരുന്നു ഫസ്റ്റ് അതിന്റെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തുടക്കം. അതിനുമുമ്പ് ഡാൻസ് ഒക്കെ അമ്മ പഠിപ്പിക്കാനായിട്ട് കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം, എന്തായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് ചെയ്യാഞ്ഞത്? പിന്നെ കണ്ടിട്ടില്ല. എനിക്ക് പഠിക്കാൻ പോകുമ്പോൾ അത് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. കുട്ടികൾ കളിയാക്കും. അന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ മറ്റേ വിനീതില്ലേ, ആക്ടർ വിനീത്. അപ്പൊ ഭയങ്കര ഇതായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഡാൻസർ വിനീത് എന്ന് പറഞ്ഞ് ചുമ്മാ നമ്മളെ കുട്ടികൾ കളിയാക്കും. പക്ഷെ നല്ലതല്ലായിരുന്നു ആ സമയത്ത് നമുക്ക് ഭയങ്കര ഇതായിരുന്നു. മുടിയൊക്കെ വളർത്തിയിട്ടേക്കുമായിരുന്നു. ഭയങ്കര ഭയങ്കര വളർത്തി. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കും. ആന്റിയോട് ഒന്ന് പരാതിയൊക്കെ പറയുമായിരുന്നു, എല്ലാരും എന്നെ കളിയാക്കും പറഞ്ഞു. അപ്പൊ ആന്റി എന്താ പറയുന്നത്? ഞാൻ പറയാതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും സാരമില്ല, അതൊക്കെ അങ്ങ് മാറും, കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും എന്ന് പറയും. അപ്പൊ ഈ ഡാൻസിന് ശനി ഞായറും അല്ലേ ഡാൻസ് ക്ലാസ് ഉള്ളത്. അപ്പൊ അന്ന് പുള്ളിക്ക് ഭയങ്കര വയറ്റ് വേദനയായിരിക്കും. ആ 2 ദിവസം മാത്രമേ ഉള്ളൂ ഭയങ്കര വയറ്റ് വേദനയാ. പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊന്നും ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ പഠിക്കാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. നന്നായിട്ട് പഠിച്ചോളുമായിരുന്നോ ഈ കാരണം കൊണ്ട്? കുഴപ്പമില്ല, അത്രേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ഒന്നും അല്ലായിരുന്നു, എന്നാലും അല്ലെങ്കിലും കലാപരമായിട്ടുള്ളവരൊക്കെ നമ്മൾ പഠിക്കാറില്ലല്ലോ അല്ലേ കാർത്തികേട്ടാ? അങ്ങനെയല്ലേ? കലാപരമായിട്ട് നമ്മൾ മുമ്പോട്ട് നിൽക്കുമ്പോഴേ പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ആണല്ലേ? നമ്മൾ ഓട്ടോമൊബൈൽ അല്ല സൗണ്ട് എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത്? ഓട്ടോമൊബൈൽ അല്ല, സൗണ്ട്. നാക്കൊന്ന് സ്ലിപ്പായി പോയത്. ഓട്ടോമൊബൈൽ അല്ല, സൗണ്ട് എഞ്ചിനീയറിംഗ്. അതാണ് ഞാൻ പറയാറുള്ളത്. സൗണ്ട് എഞ്ചിനീയർ ഇത് ഈ ഓട്ടോമൊബൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പണിയെടുക്കേണ്ട ഇതൊക്കെ ജോലിയാണ്. നമ്മളൊക്കെ ഒരു സൈഡിൽ ഒരിടത്ത് കുത്തി ഇരുന്നുള്ള പരിപാടി നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ അരി അങ്ങോട്ട് ഇടാം.
നമ്മളപ്പോ പായസത്തിന് അരി ഇടാൻ പോവാണ്. ഈശ്വരാ. പുള്ളിക്കാരത്തോട് പറഞ്ഞിട്ടേ വന്നിട്ട് ഇട് ഇട്. ഒന്ന് കാണട്ടെ. എനിക്കറിയാം കേട്ടോ ഇവിടെ. തിളച്ചെള്ളം കയ്യെ വീഴണം. ഇത് ഇവന്റെ ഹോമകുണ്ടത്തിലേക്ക് മറ്റേ സാധനം കംഫർട്ട് സ്വാഹ എന്നൊക്കെ പറഞ്ഞു. കൊള്ളാം കൊള്ളാം, അടിപൊളി. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ആന്റിയുടെയും ചേട്ടൻ്റെയും ഒക്കെ വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഈ വീഡിയോ ഒക്കെ മേക്ക് ചെയ്യുന്നത്? രണ്ടുപേരും കൂടി ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെയാണോ ഉണ്ടാക്കുന്നത് വീഡിയോസ് ഒക്കെ? അത് ഓൾറെഡി ഒരു വീഡിയോയിൽ അതിനെ പറ്റിയിട്ട് അതിന്റെ ഒരു സീൻ തന്നെ ഉണ്ട്. കാരണം അമ്മയുടെ അടുത്ത് വന്ന് പറയും എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടോ നമുക്കൊന്ന് ആലോചിക്കുക. അപ്പൊ അതിനകത്തില് ഞാനൊരു വീഡിയോക്കകത്ത് ആ എക്സാക്ട് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് വന്നിട്ട് വരുമ്പോ ഒരു ബംഗ്ലാവ്, അതിനകത്തൊരു കുട്ടി, ആ കുട്ടി അമ്മ ആരെന്ന് അറിയാതെ കരയുകയാണെന്നൊക്കെ സംസാരിക്കും. അമ്മ ഇങ്ങനെ കഥ പറയും അല്ലെ, കൺസെപ്റ്റ് പറയും. കൺസെപ്റ്റ് ചോദിച്ചാൽ ഈ കൺസെപ്റ്റാണ് എപ്പോഴും. നീ ബംഗ്ലാവ്, ആ ബംഗ്ലാവിനകത്തൊരു കുട്ടി ഇരുന്ന് കരയുന്നു, ആ കുട്ടിക്ക് ആ അമ്മ ആരാന്നറിയില്ല. പിന്നെ അല്ലെങ്കിൽ വേറൊരാൾ കരയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വേറെ ലെവലിലെ സാധനങ്ങളൊക്കെ. അതൊക്കെ ബഡ്ജറ്റ് ഇല്ല നമ്മുടെ അത്രയൊക്കെ ചെയ്യാനായിട്ട്. ആന്റി സിനിമയുടെ കഥയാണ് പറയുന്നത് അല്ലേ ആന്റി? സിനിമയ്ക്കുള്ള കഥയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? മനസ്സിലായില്ല. എന്ത്? അല്ല, ഞാൻ പറഞ്ഞ ആദ്യം വലിയ വലിയ കൺസെപ്റ്റ് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിനിമയായിട്ട് ചെയ്തുകൂടെ? പിന്നെ അത് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇപ്പൊ ഉടനെ പ്രോജക്റ്റ് ഓൺ ആവും. ഇന്നിപ്പോ ഇത്ര നേരമായില്ലേ? ഇത് രണ്ടുപേരോട് മറ്റേ ഇതിപ്പോ ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുമ്പോ അങ്ങനെ ഡിസ്കഷൻസ് ആയിട്ടൊന്നുമില്ല. ഞാൻ ടോട്ടൽ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ നേരത്തെ നറേറ്റ് പോലും ചെയ്യില്ല. ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്നതാണെന്ന് പോലും പറയില്ല. നാളെ ഷൂട്ടുണ്ട് ചെയ്യുന്നു, ഇപ്പൊ രാവിലെ ആദ്യത്തെ സീൻ ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു പോകത്തുള്ളൂ. പിന്നെ വല്ലപ്പോഴും ആ സ്പോട്ടിൽ വല്ല ഒരു കൗണ്ടർ വല്ലോ അമ്മയുടെ ആയിട്ടുള്ള സാഷൻസ് വല്ലോ ഞാൻ ഇങ്ങനെ പറയട്ടെ എന്ന് വല്ല പറഞ്ഞ് വരാറേ ഉള്ളൂ. ടോട്ടൽ എഴുതി നമ്മൾ വെച്ചേക്കും. ഞാനാണെങ്കിൽ ഇങ്ങനെ ചേട്ടന്റെ വീഡിയോസിന്റെ കമന്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴേ ആദ്യമൊക്കെ ചേട്ടൻ മാത്രമായിരുന്നല്ലോ ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഒരു സമയമായപ്പോ ആന്റിയും വന്നു. പിന്നെ അങ്ങോട്ട് ആന്റിക്ക് ഭയങ്കര ഫാൻസ്. ഇപ്പം ഉപ്പുമുളകും കൂടെ വന്ന പിന്നെ ഭവാനിയമ്മ എന്നുള്ള പേരോട് വന്നിട്ട് ഭയങ്കര ഫാൻസ് അല്ലേ? അപ്പം എല്ലാരും ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ ആന്റിക്ക്? പിന്നെ എന്താ മെയിൻ ആയിട്ട് വരുന്നത്? എല്ലാരും പറയുന്നത് എന്താ കാര്യം? എന്താ പറയുന്നത്, എല്ലാം നന്നായിരിക്കുന്നു, അങ്ങനെയാണ് കൂടുതലും പറയുന്നത്. ഇത് ശരിക്കും ആന്റി നേരത്തെ നാടകത്തിലുണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ ചേട്ടന്റെ വീഡിയോസിലോട്ടാണോ വന്നത്? പിന്നെ ഒന്നും പോയിട്ടില്ല. പിന്നെ മോന്റെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അതും വന്നെന്താ, ലോക്ക്ഡൌൺ സമയത്ത് ആരും ഇല്ലാണ്ട് വന്നതുകൊണ്ട് ഞാൻ വന്നെന്നുള്ളത്. അപ്പൊ അമ്മയെ ഒന്ന് വിളിച്ച് അഭിനയിപ്പിക്കാൻ ആരും കേൾക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ, ഇടയ്ക്കെന്ന് പറഞ്ഞ കേട്ടോ, നിവർത്തികേട് കൊണ്ടെന്ന്. എന്താ കാർത്തിക് ചേട്ടാ, കാരണം ഇപ്പോഴാണ് സത്യം പുറത്ത് വരുന്നത്. ആരും ഇല്ലാത്തത് കൊണ്ട് അമ്മയെ വിളിച്ചു. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഇപ്പൊ അമ്മയ്ക്കല്ലേ ഫാൻസ് കൂടുതല്. അപ്പൊ ആ സമയത്ത് ആന്റിയെ വിളിച്ചിട്ട് ആന്റി എന്താ പറഞ്ഞത്? ആദ്യം പറ്റത്തില്ലെന്നാ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ മറ്റുള്ളവരെ അഭിനയിപ്പിക്കുന്ന നമ്മ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെന്താ ആന്റി അങ്ങനെ? അയ്യോ, അതെന്താ അത്രയ്ക്ക് ടെററാണോ ഈ ഇരിക്കുന്ന ആളെ അല്ല? നാളെ അല്ല, എന്താ സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അത് പ്രത്യേകിച്ച് എന്നോട് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഞാനാണെങ്കിൽ അരി വറുത്ത് പൊടിച്ചെടുക്കും. അപ്പം അത് കൊള്ളാം. അതെന്നറിയോ, എനിക്ക് തോന്നുന്നു ആദ്യം ചേട്ടനാണെങ്കിൽ ഈ വീഡിയോസിനൊക്കെ വിളിക്കുമ്പോഴത്തേന് ആന്റി എന്തായാലും ചേട്ടനെ മറന്ന് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമല്ലോ. പക്ഷെ ആന്റിക്ക് ഇപ്പൊ നല്ല ഡിമാൻഡ് ഉണ്ട് അല്ലേ? ഇപ്പൊ ആന്റി എങ്ങനെയാണ്? കാരണം നീ പറയുന്നത് പോലൊന്നും ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. ഇപ്പൊ ഞാൻ എനിക്ക് ഇതേ പറ്റത്തുള്ളൂ എന്ന് പറയാറുണ്ട്. പിന്നെ ശമ്പളം ചോദിക്കാൻ തുടങ്ങി. ആണോ? പിന്നെ ശമ്പളം വേണ്ടേ? അപ്പൊ ഒന്നും തരല്ല. അല്ല, എനിക്ക് ഉപ്പും മുളകിന് ഇത്ര കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയി. ഇപ്പൊ എനിക്ക് ഞാൻ വാങ്ങുന്നത് ഇത്രയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. എന്നിട്ട് അവരെ തന്നെ ഇപ്പൊ ഈ മാസം എത്ര വന്നു, അപ്പൊ അതിന് എനിക്ക് എത്രയാണ് എന്നുള്ള ഇത്. പിന്നെ നമുക്കൊരു പെർ ഡേ ഉള്ള എമൗണ്ട് ആയിരുന്നെങ്കിൽ പിന്നെ കൊടുക്കായിരുന്നു. ഇപ്പൊ ഷെയർ ഒക്കെ ആയി തുടങ്ങി. അത് വേണോ അല്ലേ ആന്റി? പിന്നെ കാരണം 1.55 മില്യൺ ഇല്ലേ യൂട്യൂബിൽ. അപ്പൊ അത്രേ ഉള്ള ഒരാൾക്ക് എന്തായാലും നല്ല റവന്യൂ കാണുമല്ലോ. അപ്പൊ അതിന്റെ ഷെയർ അമ്മയ്ക്ക് കൊടുക്കണം. എന്താ കൊടുക്കത്തെ? റെക്കമെൻഡ് ചെയ്യും. ആന്റിക്ക് എത്ര വേണ്ടെന്ന് പറ. എത്ര 50-50 ആണോ? എത്ര തന്നാലും മൊത്തം തന്നാലും ഞാൻ എടുത്തോളാം. പറ, ഡീല് പറ. ഇപ്പൊ നമുക്ക് ഡീൽ ഉറപ്പിച്ചിട്ട് ഇവിടെ പോവാം. അല്ല, എത്ര തരുമെന്ന് ചോദിക്കും. എത്ര കൊടുക്കും? ഈ അവസരത്തിൽ നമ്മൾ പ്രേക്ഷകർക്ക് അറിയാനാണ്, കാർത്തിക് ചേട്ടൻ അമ്മയ്ക്ക് എത്ര ഷെയർ കൊടുക്കും പറ. അപ്പൊ ഞാൻ ഈ ഇത്ര ഫേമസ് ആക്കി കൊടുത്തതിന് ഗുരുദക്ഷിണയായിട്ട് എന്ത് തരുമെന്ന് ആദ്യം പറ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇവര് രണ്ടുപേരോട് വെക്കാറിയ എന്താ ചെയ്യുന്നത് വെക്കാറില്ല. എന്നാ ആന്റി എന്നാ കൊടുക്കാൻ പോകുന്നത്?
എന്താ പായസം വെച്ച് കൊടുക്കാം ഗുരുദക്ഷിണയാ താഴെ അലിച്ച് കാലേ അവര് നിലത്തിരിക്കും. അയ്യോ എന്തെങ്കിലും നമ്മുടെ പായസം വേണ്ടി അത് തിളച്ച് ഇനി കുറേ സമയം എടുക്കണം. അയ്യോ നല്ല സമയം എടുക്കും അല്ലെ? എത്ര നേരം എടുക്കും ഇത്? ശരിക്കും ഒരു 3 മണിക്കൂറെങ്കിലും വേണം നല്ലപോലെ കിടന്ന്. ഇത് ശരിക്കും വേണ്ടുന്നതാണെങ്കിലേ ഈ പാലിനകത്ത് കിടന്നാണ് ഇത് വേകേണ്ടുന്നത്, അല്ലാതെ വെള്ളം ഒഴിച്ചല്ല വേവിക്കേണ്ടത്. പാലിനകത്ത് കിടന്ന് തിളച്ച് കുറുകി അങ്ങനെയാണ് വരേണ്ടത്. പിന്നെ അതിന് അത്രയും സമയം ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഞാൻ വെക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ കുറുക്കിയാണ് എടുക്കുന്നത്. അപ്പം നല്ല ഒരു ചുമപ്പ് കളറ്, ചുമന്ന പോലുള്ളൊരു കളർ വരും. ഇന്ന് ഞാനേ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ചേട്ടൻ്റെ കോസ്റ്റ്യൂമാണേ. ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഇത് വെള്ളയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വരുവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളോട് എന്തായാലും വിഷു സ്പെഷ്യൽ ഷൂട്ടിനുള്ള ഡ്രസ്സൊക്കെ ഇടാന്ന് പറയല്ലോ. അപ്പം ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ആൻറ്റി എന്ന് പറഞ്ഞു എനിക്കിഷ്ടമാണ് വെള്ളം ഇടുന്നത്, എനിക്കിഷ്ടമാണ് എപ്പോഴും ഇടും. ഞാൻ നോക്കിയപ്പോഴത്തേന് ഭയങ്കര ഒരു സ്പിരിച്വൽ ചെറുപ്പത്തിൽ എനിക്ക് ഇത് ഇടുന്നതായിരുന്നു ഇഷ്ടം. എവിടെയെങ്കിലും പോകുമ്പോ പാന്റും ഇത് ഒന്നിച്ച് മേടിക്കാൻ കിട്ടുമല്ലോ, ചെറുത് മേടിക്കാൻ കിട്ടും. അത് ഞാൻ അതാണ് ഒരു പ്രായം വരെ അങ്ങനെ പോകുമായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഇപ്പൊ അങ്ങനെ ആളുകൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പറയും, വിവരമില്ലല്ലോ, അപ്പൊ ഇങ്ങനെ പറഞ്ഞ പോലെ പറയും. അതെന്താണെന്നറിയോ, മറ്റേ വല്യച്ഛൻ ഓൾറെഡി കുറച്ച് സ്പിരിച്വൽ വേയിലാണല്ലോ. അപ്പൊ എല്ലാവർക്കും പേടി ഇനി കാർത്തിക് ചേട്ടൻ ആ വഴിയിലാണെന്ന്. കാർത്തിക് ചേട്ടൻ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇഷ്ടംപോലെ ആരാധികമാര് മെസ്സേജ് അയക്കുന്നില്ലേ? ആരാധകന്മാരും അയക്കുന്നുണ്ട്. അല്ല എന്തായാലും ആരാധികമാര് കൂടുതൽ കാണത്തില്ലേ? അപ്പൊ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ രണ്ടുപേരും സമാസമോ ആരാധികന്മാരും ആരാധകന്മാരും ഒരുപോലെ. അപ്പൊ അങ്ങനെ അയക്കുമ്പോഴേ അവർക്കൊരു ടെൻഷൻ കാണും, ദൈവമേ എങ്ങാനും ഇനി ഇത്രയും നാളായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല, എങ്ങാനും ഇനി വെല്ലച്ചന്റെ വീട് സ്പിരിച്വൽ വേയിലാണോ പോകുന്നത് അവർക്ക് ഡൗട്ട് ആണല്ലോ. പിന്നെ ആരാധികർക്ക് ഡൗട്ട് ഇല്ലേ? ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു? വർക്ക് ഇഷ്ടമാണെന്ന് ഇഷ്ടം ആന്റി പറ, ആന്റിക്ക് എന്തായാലും അറിയായിരിക്കില്ല, അങ്ങനത്തെ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ? വരാറില്ലേ? അത് അപ്പം എന്നെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ഒന്നുമല്ല. ഇത് വർക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, വർക്ക് കണ്ടിട്ട് നമുക്ക് മെസ്സേജസ് ഒക്കെ നന്നായിട്ട് വർക്ക് ഞാൻ പറയട്ടെ, ഇപ്പം കാർത്തിക് ശങ്കർ എന്നൊരാളെ നമ്മൾ പേഴ്സണലി പുറത്തുള്ളവർക്കല്ല, പക്ഷെ വർക്ക് കണ്ടിട്ടാണല്ലോ നമുക്ക് എല്ലാവരോടും ക്രഷും ആ ഇഷ്ടവും ഒക്കെ തോന്നി. അപ്പൊ അങ്ങനെ വരുമല്ലോ. അങ്ങനെ വർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വരാറ്, നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ. അല്ലാതെ മറ്റേ ക്രഷ് അടിച്ചോ അങ്ങനെ വരാറില്ല? ഞാൻ ഭയങ്കര സിമ്പിളാണ്, എനിക്ക് അങ്ങനെ വരാറില്ലെന്ന് വെറുതെ പറയാ കേട്ടോ. കാർത്തിക് ചേട്ടനൊക്കെ ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുവാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഇന്നലെ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ എനിക്ക് ഷൂട്ട് കാർത്തിക് ചേട്ടന്റെ വീട്ടിലാണ്. കാർത്തിക് ചേട്ടന്റെ വീട്ടിലാണ്, അവരുടെ വീഡിയോസ് ഞങ്ങൾ സ്ഥിരം കാണുന്ന അമ്മേനെ തിരക്കിന്ന് പറയണം കാർത്തിക് ചേട്ടൻ ഫാനാണെന്നൊക്കെ പറഞ്ഞ് കുറെ പിള്ളേർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഫാൻസ് ഇല്ലാത്തതുകൊണ്ടാണോ? അത് നമ്മളെ വർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞ വേറെ ഇതിനൊന്നുമില്ല, വർക്ക് ഇഷ്ടമാണ്, നമ്മുടെ പെർഫോമൻസ് ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന ഒരാൾ കൂടുതലുള്ളത്. ഇപ്പൊ ചേട്ടനാണെങ്കിലും കുറെ ആദ്യമൊക്കെ ആണെങ്കിൽ ഷോർട്ട് ഫിലിംസ് സീരിയസ് സംഭവങ്ങളൊക്കെയാണ്, പിന്നെ അതൊരു എന്താ ലവ് മേക്കിംഗ് ആ സംഭവത്തിലേക്കാണ്. ചേട്ടൻ ഏതാ മെയിൻ ആയിട്ട് ഇഷ്ടമുള്ളത്? എനിക്ക് ഇതൊന്നുമല്ല, എനിക്ക് ത്രില്ലർ സബ്ജക്റ്റുകൾ ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അധികം റീച്ച് ഒന്നും വന്നിട്ടില്ല. അപ്പം അതിനുശേഷമാണ് നമുക്ക് ഇപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ സീരിയസ് വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കരയിപ്പിക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രപ്പോസൽ, പെൺകുട്ടിയുടെ പുറകെ പോവുക, എല്ലാ സാധനങ്ങളും അതെന്താ അറിയുക, അത് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് അതിന് നല്ല അത് നമുക്ക് ഈ ടിക്ടോക്ക് ഉള്ള സമയത്ത് ഇത്ര വീഡിയോ ഒരു മാസം ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇടണം, അപ്പോൾ നല്ല റീച്ച് വരുന്നത് തേപ്പ് ഇമാതിരി സാധനങ്ങളൊക്കെയാണ്. അത് നമ്മൾ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോഴത്തേക്ക് ഹ്യൂമർ ഈ ഒരു സംഭവത്തിന് ഭയങ്കര റീച്ച് വന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഇത് നോക്കിയിട്ടാണല്ലോ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ ഒരു ത്രില്ലർ സാധനം ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം നന്നായിട്ട്. ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് വരെ മൂവി റിവ്യൂ ചെയ്യുന്ന ആളുകൾ ആ ഷോർട്ട് ഫിലിം റിവ്യൂ ചെയ്തിട്ടുണ്ട്, അവിടെ പലർക്കും അറിയില്ല അത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും ചെയ്യാൻ ഇഷ്ടം ത്രില്ലറാണ്. ഇപ്പൊ അമ്മയും കൂടെ കൂട്ടിയപ്പോഴത്തെ നമ്മുടെ ജോണർ തന്നെ മാറി, പിന്നെ അമ്മ മകൻ എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ടേക്ക് വരെയൊക്കെ പോവാറുണ്ട്? ഞാൻ വീർത്തൊലിച്ചു ഇതൊക്കെ. അമ്മ എത്ര ടേക്ക് പോവാറുണ്ട്? അല്ലെങ്കിൽ ഒറ്റ ടേക്കിലൊക്കെ ഓക്കെ ആക്കോ? ചിലത് ഒറ്റ ടേക്കിലോ, ചിലത് വറുത്ത് ആരാ തെറ്റിക്കുന്നത് ഏറ്റവും കൂടുതൽ? ഞാന് ഈ മോനും വല്യച്ഛനൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് പറയുമ്പോഴേ അവര് ഒന്നോ രണ്ടോ തവണ. പക്ഷെ എനിക്കാണെങ്കിൽ അതോടെ കാണുമ്പോ ഉള്ളതോടെ ഞാൻ മറന്നു പോകും. മറന്നുപോയിട്ടേ ഒറ്റ നിപ്പം. അപ്പൊ ചേട്ടൻ എന്ത് പറയും? ഒന്നും പറയത്തില്ല, സാരമില്ല അമ്മേ പോട്ടെ കുഴപ്പമില്ലെന്ന് പറയും.
അങ്ങനെ തന്നെയാണ് ആന്റി പറയുന്നത്. ഈശ്വരാ, എന്തൊക്കെ പറയാവോ അതെല്ലാം പറയും. ആണോ? അത്രയ്ക്ക് ദേഷ്യമുള്ള ആളാ? അയ്യോ, ദേഷ്യം വന്നു ചിലപ്പോ. അതൊക്കെ അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ വീഡിയോസ് എടുക്കുമ്പോ വഴക്കിടുന്നത് ഈ കാര്യത്തിലാണോ? ഇതിനേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ചിലപ്പോ ഞാനാണെങ്കിൽ ഒരേ രീതിയിൽ അങ്ങ് പറയും, ഈ വേരിയേഷൻ വരത്തില്ല. അപ്പൊ എന്റെ അമ്മ. അപ്പൊ ആന്റി എപ്പോഴെങ്കിലും ഇട്ടിട്ട് പോയിട്ടുണ്ടോ? നീ നിന്റെ പണി നോക്കി, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കരഞ്ഞിട്ടുണ്ട്. അയ്യോ അയ്യോ, എന്റെ സെറ്റിൽ നിന്നും അങ്ങനെ കരഞ്ഞു പോകുന്ന ആർട്ടിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കരഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നെങ്കിലേ അങ്ങനെ കരഞ്ഞാൽ പോലും ആ വർക്ക് സമയത്ത് ഇപ്പൊ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ആ നേരത്തെ കാര്യം ഇതൊക്കെ പറയുന്നത്. ആ സമയത്ത് വർക്ക് വേറെ പറഞ്ഞാൽ ഈ വർക്ക് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാലേ നമ്മൾ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും, ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് അതിനുപോലും സമ്മതിക്കൂല. അങ്ങ് മരിച്ചു കിടന്നാ പണിയെടുക്കുന്നത്. ആണല്ലേ? എന്താ കാർത്തികേട്ടാ? ആ ശരിക്കും. അയ്യോ, ഇപ്പൊ ഈ മരിച്ചു കിടന്ന് പണിയുന്നതിനൊക്കെ എന്തായാലും ഷെയർ ഒന്നും പൈസ ഒന്നും തന്നിട്ടില്ല. അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു തരാറുണ്ട്. ആ, എന്താണ് കാർത്തിക് ചേട്ടൻ ഈ സാരി കാർത്തിക് ചേട്ടൻ വാങ്ങിച്ചു തന്നെയാണോ? ഓ, അടിപൊളി. വാങ്ങിച്ചു തന്നതാ, ഈ മോതിരം വാങ്ങിച്ചു തന്നതാ. ആന്റിയുടെ ദേഹത്തുള്ളതെല്ലാം വാല. ഈ കംപ്ലീറ്റ്ലി എല്ലാം ആന്റിക്ക് കാർത്തിക് ചേട്ടൻ ഗിഫ്റ്റ് വാങ്ങിച്ചു. അപ്പം സ്നേഹമുള്ള ആളാണ് കേട്ടോ. പൈസ ഒന്നും കൊടുത്തില്ല. പൈസ എനിക്കൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ, നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാം. അല്ല, ഇത് ഗിഫ്റ്റ് പൈസ ആയിട്ട് കൊടുക്കുന്നില്ല, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പം കാർത്തിക് ചേട്ടൻ വാങ്ങിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് ആന്റി ഇട്ടിരിക്കുന്നത്. അപ്പൊ ആന്റി എന്തായി നമ്മുടെ പായസം? പായസം ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഇത് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. പാലൊഴിച്ചങ്ങ് വേവിക്കണം. ആന്റി ഇപ്പൊ നമ്മുടെ ഈ അരി മുഴുവൻ വറ്റി വന്നിട്ടുണ്ട്, വെന്ത് വറ്റി. അപ്പൊ ഇനി അതിനോട് പാലൊഴിക്കാം. ഒഴിക്കട്ടെ? ഒഴിച്ചോ. എന്ത് ചെയ്യണം? സൂപ്പർവൈസിങ് ആയതുകൊണ്ട് ആന്റി എന്നോട് ചോദിക്കുന്നു അല്ലേ ആന്റി? അതുകൊണ്ട് ചോദിച്ചല്ല, വെറുതെ വാങ്ങിച്ചു, ഒരാവശ്യമില്ല. ഇങ്ങനെ നിങ്ങളാണെങ്കിൽ വിഷുവിന്റെ സമയത്തൊക്കെ ഇങ്ങനെ പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കും? ആണോ? പാൽപ്പായസാണ്. എവിടെയാ? നമ്മുടെ ഏതോ ഒരു ഫേമസ് അമ്പലപ്പുഴ അല്ലേ? അമ്പലപ്പുഴ പാൽപ്പായസം. ഇത് ശരിക്കും ആണെങ്കിൽ ഇതുപോലെ പാലിനകത്ത് തന്നെ കിടന്നാണ് ഇത് വെന്ത് 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 വെന്ത്. പിന്നെ ചിലരിപ്പാണെങ്കിലേ കുക്കറിനകത്ത് വെച്ചിട്ട് അതാകുമ്പോ എളുപ്പം പെട്ടെന്ന് ചെയ്ത് തീർക്കാലോ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴല്ലേ അതിന്റെ ഒരു ഒത്തന്റിക് ടേസ്റ്റ്. ശരിക്കും ഗ്യാസേലും അല്ല വെച്ച് വെക്കണ്ട, അടുപ്പത്ത് തന്നെ വെച്ച് നമ്മളിങ്ങനെ. ഇവിടെ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, അതേപോലെ തന്നെ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഭയങ്കര ഞാൻ നോർമലി കാണാറില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ഓട്ടുപാത്രം, ചെമ്പ് പാത്രം അല്ലേ ആന്റി? ഇവിടെ ഇരിപ്പുണ്ട് എല്ലാം. അതിലാണ് വെള്ളം കുടിക്കുന്നത് അല്ലെ? ചെമ്പ് പാത്രത്തിലാണ് വെള്ളം കുടിക്കുന്നത്. ചെമ്പ് കലത്തിലാണ് വെള്ളം തിളപ്പിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ മൺകലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഈ അടുക്കള ഫുൾ നേരത്തെ വെച്ചേക്കാണ് കേട്ടോ. പഞ്ചസാര ഇട്ട് തന്നെ തരാം. ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല. ഒരു ഗ്ലാസ്സിൽ ഇത് കൊടുക്കും, ഉപ്പിടുന്ന സാധനത്തിനകത്ത് പഞ്ചസാര. എന്തോ കാർത്തികേട്ടാ, അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്. നമ്മൾ നോർമലി ഇങ്ങനെ കേട്ടിട്ടില്ലേ, അതായത് ആ മധുരം ഇച്ചിരി കുറയ്ക്കാൻ ഒരു ഇച്ചിരി നുള്ളു ഉപ്പ് ഇടുന്നത്. ഇല്ല ആന്റി, ചിലപ്പോ ചിലര് അറിയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ലോ ബി പി ഉള്ളവർക്കൊക്കെ ചിലപ്പം സാധാ ഉപ്പാണോ ഇന്ദുപ്പാണോ? ഒന്നുമില്ല ആന്റി, കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര മാത്രം നമുക്ക് ഇട്ടാൽ മതി. പഞ്ചസാര നല്ലപോലെ ഇനി തിളച്ച് 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 തിളച്ച്. ഇതിന് എത്ര നേരം എടുക്കും ആന്റി? കുറച്ചു നേരം എടുക്കും. പോന്നിരുന്നുണ്ടോ? ഇല്ല, പോന്നില്ല. പായസം കിട്ടാൻ ഞാൻ വല്ലാണ്ട് വിയർക്കുന്നു വയ്യ. ആന്റി, നമ്മുടെ പായസം റെഡി ആയല്ലേ? നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്, പാൽപ്പായസം. അപ്പൊ നമ്മളിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് സ്നേഹം എടുത്ത് ഇതിനകത്ത് ഒഴിക്കും. ഞാനോ? എടുത്തൊഴിക്കാൻ പറ്റുമോ? പിന്നെ ഒഴിച്ചോളാം. ഇല്ല, ആന്റിയിൽ തുടങ്ങിയത്. അപ്പൊ ആന്റി ചെയ്യുന്നല്ലേ അതിന്റെ ഒരു ഗുട്ടൻസ്. അപ്പൊ നമ്മള് നമ്മുടെ പാൽപ്പായസം ഉരുളിക്കകത്തോട്ട് ഒഴിക്കാൻ പോകട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്.
ആന്റി നമുക്കെന്നാ പായസമൊക്കെ റെഡിയായി, നമുക്കെന്നാ കുറച്ച് പായസമൊക്കെ കുടിച്ച് അവിടെ പോയി നമുക്ക് സംസാരിച്ചാലോ? ഇനി നമ്മൾ കുറച്ച് ആൾക്കാരോട് വരാനുണ്ട് കേട്ടോ. നമുക്ക് അച്ഛനെ ഇവിടെ കൊണ്ടുവരണം, അതേപോലെ വല്യച്ഛനെ കൊണ്ടുവരണം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പോയി സംസാരിക്കാം.